ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ വാങ്ങിയ ഒരു പ്രഷർ വാഷറാണ്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ളിൽ വാറണ്ടി കാർഡ്, ഇത് ബക്കറ്റ് ഫിൽറ്ററാണ്, ഇത് ഫോം ഫില്ല് ചെയ്യുന്ന ബോട്ടിൽ, ഇതാണ് ഹോസ് പുഷിംഗ് കണക്ടർ, ഇത് പ്രഷർ സ്പ്രേ ഗണ്ണാണ്, ഇത് ഇൻലെറ്റ് ഫിൽറ്ററും വാട്ടർ ഇൻലെറ്റ് പൈപ്പുമാണ്. ഈ കാണുന്നത് പ്രഷർ ഗണ്ണിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷാഫ്റ്റും നോസിലുമാണ്. ഇത് പ്രഷർ മെഷീനിൽ ഗണ്ണ് വയ്ക്കാനുള്ളതാണ്. ഇത് ഒരു നീഡിലാണ്. ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഈ കാണുന്നതാണ് നമ്മളുടെ പ്രഷർ പമ്പ്. 13.5 കിലോയാണ് ഇതിൻ്റെ ഭാരം. ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മുകളിൽ പ്രഷർ മീറ്റർ, ഓവർലോഡ് സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് എന്നിവ കാണാം. മെഷീനിനൊപ്പമുള്ള പവർ കോഡ് കേബിൾ 2 മീറ്ററാണ്. ഇതാണ് ഇൻലെറ്റ് ഫിൽറ്റർ. ഇത് കണക്ട് ചെയ്യേണ്ടുന്ന പോർഷൻ ഇവിടെയാണ്. ഇതുപോലെ ഒരെണ്ണം ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. അവിടെ വാട്ടർ ഔട്ട്ലെറ്റ് പൈപ്പാണ് കണക്ട് ചെയ്യേണ്ടുന്നത്. ഇതുപോലെ ജസ്റ്റ് റൈറ്റിലേക്കൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇൻലെറ്റ് ഫിൽറ്ററും ഔട്ട്ലെറ്റ് പൈപ്പും ഫിക്സ് ചെയ്യാനുള്ള പോർഷൻ തിരിഞ്ഞു പോകില്ല. കാരണം രണ്ടും വ്യത്യസ്ത അളവുകളാണ്. ഞാനിതൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിനകത്ത് സ്യൂട്ടാകില്ല. വാട്ടർ ഇൻലെറ്റ് പൈപ്പിൽ പുഷിംഗ് കണക്ടർ കണക്ട് ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. വാട്ടർ ഇൻലെറ്റ് പൈപ്പിൻ്റെ മറുഭാഗത്ത് ബക്കറ്റ് ഫിൽറ്റർ ഫിക്സ് ചെയ്യുകയാണ്. ഇതുപോലെ ജസ്റ്റ് റൈറ്റിലേക്കൊന്ന് തിരിച്ചാൽ മതി. ഇനി ഇത് ജസ്റ്റ് പുറകിലോട്ടൊന്ന് വലിച്ചതിന് ശേഷം ഇൻലെറ്റ് ഫിൽറ്ററിൽ കണക്ട് ചെയ്യുക. വാട്ടർ ഇൻലെറ്റ് പൈപ്പിൻ്റെ നീളം 2 മീറ്റർ മാത്രമാണുള്ളത്. അപ്പോൾ ഡയറക്റ്റ് പൈപ്പിൽ കൊടുക്കണമെങ്കിൽ ഇൻലെറ്റ് പൈപ്പ് മാറ്റിയ ശേഷം വീട്ടിലെ ഹോസിൻ്റെ ഒരറ്റത്ത് പുഷിംഗ് കണക്ടർ കണക്ട് ചെയ്തതിന് ശേഷം മറ്റേ അറ്റം പൈപ്പുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇതാണ് ഹൈഡ്രോളിക് വാട്ടർ ഔട്ട്ലെറ്റ് പൈപ്പ്. ഇതിന് 8 മീറ്ററാണ് നീളമുള്ളത്. ഇങ്ങനെയായിരുന്നു പൈപ്പ്. ഇതിന് നമ്മളൊരു അഡീഷണൽ കവറിങ് കൊടുത്തതാണ്. മണ്ണിലൊക്കെ നമ്മൾ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ചെയ്യിപ്പിച്ചു. ഈ പൈപ്പിൻ്റെ 2 അറ്റവും ഒരേപോലെയാണ്. ഈ പൈപ്പിൻ്റെ ഒരറ്റം നമുക്ക് വാട്ടർ ഔട്ട്ലെറ്റ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. മറ്റേ അറ്റം നമുക്ക് പ്രഷർ ഗണ്ണിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് സ്പ്രേ ഗണ്ണിലേക്ക് ഷാഫ്റ്റും നോസിലും ഫിക്സ് ചെയ്യാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ലതുപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോസിൽ അറ്റാച്ച് ചെയ്യും. മെഷീൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇത് സ്പ്രേ ഗൺ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഉപയോഗശേഷം നമുക്കിതുപോലെ അതിനെ ഫിക്സ് ചെയ്ത് വെക്കാം. പ്രഷർ വാഷർ നമ്മൾ ഓൺ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ബക്കറ്റിലെ വെള്ളത്തിലാണ് ബക്കറ്റ് ഫിൽറ്റർ ഇട്ടിരിക്കുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഗണ്ണ് ഇതുപോലെ പ്രസ് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മളിതുപോലെ തിരിച്ചു കൊടുത്താൽ മതി. നല്ല പ്രഷറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം വാഹനമായാൽ അതിൻ്റെ പെയിൻറ് ഇളകാനും സിമൻറ്റ് തറകളാണെങ്കിൽ സിമൻറ്റ് ഇളകി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യമനുസരിച്ചിട്ടുള്ള പ്രഷർ മാത്രം ഉപയോഗിക്കുക. ഇത് കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കൂ. ഒരുപാട് വർഷം കൊണ്ട് പഴക്കമുള്ള പായലുകളാണ് വളരെ നിഷ്പ്രയാസം ഇത് ഇളകിപ്പോകുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഈ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം ഒരുപാട് റിവ്യൂസ് ഇതിനെക്കുറിച്ച് കണ്ടതിന് ശേഷവും അതുപോലെ പല ഷോപ്പിലും നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. സാധാരണ പ്രഷർ വാഷർ ഒരു 4000 രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് ലഭ്യമാണ്. പക്ഷേ ആ പ്രഷർ വാഷർ അലൂമിനിയം വൈൻഡിങ് ഉള്ള പ്രഷർ വാഷറാണ്. അത് പെട്ടെന്ന് ഹീറ്റ് ആവുകയും നശിച്ചു പോകാനുമുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ വാങ്ങിയത് കോപ്പർ വൈൻഡിങ്ങിൻ്റെ പ്രഷർ വാഷറാണ്. അതിൻ്റെ എമൗണ്ടും മറ്റ് ഡീറ്റെയിൽസും നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. മറ്റ് മെഷീനുകളെ പോലെ വലിയ ശബ്ദങ്ങളും ഇല്ല, അതുപോലെ പെട്ടെന്ന് ചൂടാകാറുമില്ല. നമുക്കിനി ഇതുകൊണ്ട് കാറൊന്ന് വാഷ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഫ്രണ്ടിലുള്ള നോസിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷാഫ്റ്റ് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇത് ഫോം നിറയ്ക്കുന്ന ബോട്ടിലാണ്. ഇതാണ് അതിൻ്റെ ലോക്ക് വരുന്ന ഭാഗം. നമ്മൾ ഈ നോസിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കറക്റ്റായിട്ട് ലോക്ക് വീണില്ല എങ്കിൽ ഇത് പ്രഷർ കൊണ്ട് തെറിച്ച് പോകാനും ചാൻസ് ഉണ്ട്. ഞങ്ങൾ വാങ്ങിയത് JRS ഇൻഡക്ഷൻ വാഷർ EPW 20150 അതിൻ്റെ മോഡൽ നമ്പർ. ഇത് 2000 വാട്ട്സ് ആണ്. മിനിറ്റിൽ 7.5 ലിറ്റർ എന്നതാണ് ഇതിൻ്റെ ഫ്ലോ റേറ്റ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത വാട്ടറാണെന്ന് പറഞ്ഞാലും അതിനകത്ത് അഴുക്കുകൾ ഉണ്ടാകും. ഇത് ഇൻലെറ്റ് ഫിൽറ്ററാണ്. ഇത് 1 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമുള്ള പൊടികളാണ് അതിനകത്ത് കാണുന്നത്. ഇതാണ് നമ്മൾ ആ നീഡിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത്. ഇനി ഞാനതൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അകത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അല്ലെങ്കിൽ ഈ നീഡിൽ കൊണ്ടോ നമുക്കിത് ഊരി മാറ്റാവുന്നതാണ്. ഇനി ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് നമുക്കിത് നന്നായിട്ടിത് കഴുകിയെടുത്താൽ മതി. നല്ല പ്രഷറും അതുപോലെ വളരെയേറെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു പ്രഷർ വാഷറാണിത്. പ്രൊഫഷണൽ ഉപയോഗത്തിനും ഗാർഹിക ഉപയോഗത്തിനും ഇത് വളരെയേറെ പ്രയോജനകരമാണ്. പ്രഷർ വാഷറിൻ്റെ ഏറ്റവും അധികം കംപ്ലൈൻ്റ് ആവുന്ന ഒരു ഭാഗമാണ് പ്രഷർ ഗണ്ണ്. അതെപ്പോഴും നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതിന് ഞങ്ങളിവിടെ ചെയ്തത് അത് ടാഗ് ഇട്ട് കെട്ടിവെച്ചു. പ്രഷർ മെഷീനിലെ ഓൺ ഓഫ് സ്വിച്ചാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. ഇതിൻ്റെ പ്രിൻ്റഡ് പ്രൈസ് 16,800 ഞങ്ങൾ ഈ മെഷീൻ വാങ്ങിയത് 9,500 രൂപയ്ക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിൻ്റെ വില 11,000 മുകളിലാണ്. 6 മാസമാണ് ഇതിൻ്റെ വാറണ്ടി. ഞങ്ങളിത് വാങ്ങിച്ചത് CV ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് കരുനാഗപ്പള്ളിയിലെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇവിടുന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങാവുന്നതാണ്. സർവീസും ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.